ഹോട്ടലിലെ ആഡംബര ഹാളിൽ സംഗീതത്തിൻ്റെ താളം ഇപ്പോഴും മൃദുവായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിറവെളിച്ചങ്ങൾ ഓരോ നിമിഷങ്ങളും മാറി മാറി അവിടെയുണ്ടായിരുന്ന ഓരോ മുഖത്തിനുമേൽ ഓരോ ഭാവങ്ങൾ വരച്ചിടുകയാണ്. പാർട്ടി ഏകദേശം അവസാനിക്കാനായപ്പോൾ സിദ്ധാർത്ഥും രേവതിയും ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. രാത്രിക്കാറ്റ് അവളുടെ മുഖത്തേക്ക് തഴുകിയെത്തിയപ്പോൾ അവൾ കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസം വിട്ടു. സിദ്ധു, അവൾ പതുക്കെ വിളിച്ചു. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം. ഇതുവരെ ഇങ്ങനൊരു പാർട്ടി ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടേയില്ല. അവളുടെ വാക്കുകൾ ചെറിയൊരു കിതപ്പുണ്ടായിരുന്നു. നടപ്പിൻ്റെ നേരിയ ഒരു അസ്വസ്ഥതയും ലഹരിയുടെ സ്വാധീനം അവളെ മൃദുവായി കീഴടക്കിയിരുന്നു. സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി ചിരിച്ചു. ഇത്രയും സന്തോഷമോ നിനക്കോ? അതെ, അവൾ കുഞ്ഞിനെ പോലെ തലയാട്ടി. നിന്റെ കൂട്ടുകാരൊക്കെ വളരെ നല്ലവരാ. അപ്പോൾ ഞാൻ? ചെറിയൊരു കുസൃതിയോടെ അവനും അവളോട് ചോദിച്ചു. രേവതി ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ മെല്ലെ തട്ടി. നീയും നല്ലവനാ. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ എങ്ങോട്ടോ സഞ്ചരിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഇന്ന് നിന്റെ കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കോളേജ് കാലത്തേക്ക് തിരിച്ചു പോയതുപോലെ തോന്നിയത്. അന്ന് ജീവിതം എത്ര മനോഹരമായിരുന്നു. ചിരിയും കളിയും സ്വപ്നങ്ങളും മാത്രം. ആ പുഞ്ചിരി പതിയെ മാഞ്ഞു. പക്ഷെ പിന്നീട് എൻ്റെ ജീവിതം. അവൾ അറിയാതെ കഴുത്തിലെ താലിയിൽ വിരലുകൾ ചേർത്ത് പിടിച്ചു. ഈ താലി ഒരു കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് കരുതിയിരുന്നു. പക്ഷെ പലപ്പോഴും അത് ദൈവം തന്ന ശിക്ഷയാണെന്നും ഇപ്പോൾ എനിക്ക് തോന്നി. മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് പഴയ സന്തോഷത്തിൽ ഒരു ചെറിയ തുള്ളി വീണ്ടും അനുഭവിക്കാൻ കഴിഞ്ഞത്. അതും നിന്റെ കാരണത്താൽ. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ചിരിമാഞ്ഞു. രേവതി, നിന്റെ വിവാഹ ജീവിതം സന്തോഷകരമായില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അജയനെ വിവാഹം കഴിച്ചപ്പോൾ നീ സന്തോഷവതിയല്ലായിരുന്നു. രേവതി കുറച്ചു നേരം മിണ്ടാതെയിരുന്നു. ആദ്യമൊക്കെ എല്ലാം മനോഹരമായിരുന്നു. അവളുടെ ചുണ്ടിൽ വേദന കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാനത് എന്ത് പറയാൻ പോകുന്നുവെന്ന് പോലും അജയന് മുൻകൂട്ടി മനസ്സിലാകുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൻ മറക്കാറില്ല. സമ്മാനങ്ങൾ വാങ്ങിത്തരുമ്പോൾ പോലും സർപ്രൈസ് ആക്കി തരുമായിരുന്നു. അവളുടെ നിശബ്ദത പതിയെ ഭാരമായി. പക്ഷെ നീലിമ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ എല്ലാം മാറി. സിദ്ധാർത്ഥ് ശ്രദ്ധയോടെ അവളെ നോക്കി. നീലിമ, അത് അജയൻ്റെ ഭാര്യയല്ലേ? അവളന്ന് ഓഫീസിൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചേ? അജയനും നീലിമയും വിവാഹത്തിന് ശേഷം അരുൺ വന്നതിന് ശേഷം അവർ ചെറിയ ഇടവേള വന്നിരുന്നു. അപ്പോഴാ ഞാനും അജയനും തമ്മിൽ അടുത്തത്. പിന്നീട് ഞങ്ങളുടെ ബന്ധം എങ്ങനെയോ നീലിമ അറിഞ്ഞു. അവൾ അവരെന്നെയും കൂട്ടി വീട് വിട്ടു പോയി. അജയൻ എന്നെ ജോലിക്ക് പോകാൻ അനുവദിച്ചില്ല. ഞാൻ വീട്ടിലായി. നീലിമയും അവൻ ജോലിക്ക് വിടാറില്ലായിരുന്നു. അതുപോലെ തന്നെ എന്നെയും കാട്ടാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ടൈലറിംഗ് ഷോപ്പ് നടത്തുകയാണെന്ന് ഇപ്പോൾ അവൾ അതും കേട്ടിട്ടുണ്ട് ഞാൻ, അവൾ നിശബ്ദമായി പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് എന്നെക്കുറിച്ച് അവൾ പലതും പറഞ്ഞു. ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത ആളാണെന്ന പോലെ എല്ലാവരുടെയും മുന്നിൽ എന്നെ മോശക്കാരിയാക്കി. അപ്പോൾ അജയൻ എന്നെ വിവാഹം കഴിക്കില്ലെന്നാ ഞാനും കരുതിയത്. പക്ഷെ അവൻ എന്നെ വിവാഹം ചെയ്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. വിവാഹത്തിൻ്റെ ആദ്യകാലത്ത് എനിക്ക് വേണ്ടതെല്ലാം അവൻ വാങ്ങി തന്നിരുന്നു. ഞാൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരും. പക്ഷെ ഒരിക്കൽ ഞാൻ അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടേയില്ല. അവൾ ശ്വാസം വലിച്ചിട്ടു. പിന്നീട് എല്ലാം മാറി. അവൻ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതാക്കി. എനിക്കിഷ്ടമുള്ള കാര്യം പോലും ചെയ്യാൻ സമ്മതിച്ചില്ല. കണ്ണുനീർ കവിളിലൂടെ ഒഴുങ്ങി. ഒടുവിൽ സ്വന്തം വീട്ടിൽ തന്നെ ഞാനൊരു ജോലിക്കാരിയെ പോലെയായി. എനിക്ക് സ്വാതന്ത്ര്യമില്ല. എൻ്റെ ജീവിതം എൻ്റേതല്ലായിരുന്നു. അവൾ സിദ്ധാർത്ഥിനെ നോക്കി കള്ളക്കരച്ചിൽ നടത്തി. പക്ഷെ ഇന്ന് നിന്റെ കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ജീവിക്കുന്നത് പോലെ തോന്നി. സിദ്ധാർത്ഥ് മെല്ലെ അവളുടെ കണ്ണുനീർ തുടച്ചു. രേവതി, കരയണ്ട നീ. അവൻ്റെ ശബ്ദം സ്നേഹത്തോ നിറഞ്ഞിരുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്. അവൾ അവനെ തന്നെ നോക്കി നിന്നു. സിദ്ധു, നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് വൈകിപ്പോയി. ഞാൻ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ സന്തോഷം മാത്രമേ നോക്കി. പക്ഷെ എൻ്റെ സന്തോഷം എന്താണെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. സിദ്ധാർത്ഥ് പതുക്കെ അവളുടെ കൈകൾ തൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. രേവതി, അവൻ്റെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ? അവൾ നിശബ്ദമായി തലയാട്ടി. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി അല്പനിമിഷം ഉടക്കി നിന്നുപോയി. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവൾ വീണ്ടും മൃദുവായി പറഞ്ഞു. അതെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സിദ്ധു. അവൾ വീണ്ടും തലകുനിച്ചു. പക്ഷെ നമ്മുടെ ജീവിതം ഒരുമിക്കുമോ? വിധി നമ്മളെ ഒന്നിക്കാൻ അനുവദിക്കുമോ?
സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ പിടി ഒന്നുകൂടി മുറുക്കി. വിധിയേക്കാൾ വലുതാണ് വിശ്വാസം, അവൻ ശാന്തമായി പറഞ്ഞു. നീ എന്നെ വിശ്വസിക്കൂ. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ നിന്നെ ഒറ്റക്കാക്കില്ല. രേവതിയുടെ കണ്ണുകൾ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. എന്നാൽ ഇത്തവണ കണ്ണുനീരിൽ വേദനയേക്കാൾ പ്രതീക്ഷയായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. രാത്രിക്കാറ്റ് വീണ്ടും അവരെ തഴുകിപ്പോയി. ആ നിമിഷത്തിൽ വാക്കുകളേക്കാൾ ശക്തമായിരുന്നു അവരുടെ നിശബ്ദത. അതിന് നിന്റെ വീട്ടുകാർ സമ്മതിക്കുമോ? ഞാൻ നിന്റെ വയസ്സിന് മൂത്തയാളല്ലേ? രേവതി സിദ്ധാർത്ഥിനോട് ചോദിച്ചു. പ്രായത്തിൽ മൂത്ത ഒരാളെ സ്നേഹിക്കാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? സിദ്ധാർത്ഥിൻ്റെ ചോദ്യം കേട്ടപ്പോൾ രേവതി ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. കണ്ണുകൾ മൂടിയിരുന്നെങ്കിലും ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവൾക്ക് വ്യക്തമായി മനസ്സിലായി. സിദ്ധു, എന്തിനാ നീ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത്? ഞാൻ നിന്നെ ഒരു നല്ല സുഹൃത്തായിട്ടാണ് ഇതുവരെ കണ്ടതും. അവളുടെ ശബ്ദം മടിയുണ്ടായിരുന്നു. രേവതി, നിന്നെ ആദ്യമായി കണ്ട ദിവസം മുതൽ എൻ്റെ മനസ്സിൽ നീ മാത്രമാണ്. നിന്റെ ജീവിതം സന്തോഷകരമാണെന്ന് കരുതിയ ഞാൻ ഇത്രയും നാൾ ഒന്നും പറയാതിരുന്നേ. പക്ഷേ ഇന്ന് നീ തന്നെ നിന്റെ ജീവിതം എത്ര ശൂന്യമാണെന്ന് പറഞ്ഞു. അവൾ മൗനമായി. പക്ഷേ നിന്റെ വീട്ടുകാർ, എൻ്റെ സന്തോഷമാണ് അവർക്ക് വലുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാം. എനിക്ക് വേണ്ടത് നിന്റെ ഒരു സമ്മതം മാത്രം. അവൻ്റെ വാക്കുകൾ കേട്ട് രേവതിയുടെ മുഖത്ത് ചിന്തയുടെ നീൽ വീണു. ഇപ്പോൾ മറുപടി പറയേണ്ട, സമയമെടുത്ത് ആലോചിക്ക്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ വാതിൽ നിനക്കായി എപ്പോഴും തുറന്നു കിടക്കും. അവൾ ചെറുതായി ചിരിച്ചു. സിനിമയിലെ നായകനെ പോലെ എന്തിനാ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? നിനക്ക് വേണ്ടി അതിലും വലിയ ഡയലോഗുകൾ വരെ ഞാൻ പറയാം. മതി, സമയം ഒരുപാടായി, പോകാം. അവൾ മുന്നോട്ട് നടന്നു. സിദ്ധാർത്ഥും പിന്നാലെ നടന്നു. പോകുന്നതിനിടെ അവൻ പോക്കറ്റിൽ നിന്നെടുത്ത മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. അത് കണ്ട് രേവതി ഒന്നും സംശയിച്ചില്ല. പക്ഷേ ആ ഫോൺ കോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഓഫായിരുന്നില്ല. അവരുടെ ഓരോ സംഭാഷണവും, ഓരോ നിമിഷവും, ഓരോ കണ്ണീരും, ഓരോ സ്പർശവും ആരോ ഒരാളുടെ മൊബൈൽ സ്ക്രീനിൽ തത്സമയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. സിദ്ധാർത്ഥിൻ്റെ ഏതാനും അടുത്ത സുഹൃത്തുക്കൾ ആ ദൃശ്യങ്ങൾ ചിരിയോടെ പരിഹാസത്തോടെയും കണ്ടുനിന്നു. ഇവൾ പൂർണ്ണമായും അവൻ്റെ വലയിലായി. അവരിൽ ഒരാൾ പരിഹാസത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ ചുണ്ടിലും ഒരു മങ്ങിയ പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ പ്രണയമായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമായിരുന്നോ അവന്? അതിനുത്തരം സമയം മാത്രമായിരുന്നു. അന്നേരം സ്വന്തം ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ തോളാണെന്ന് വിശ്വസിച്ച രേവതി അവനോടൊപ്പം നടന്നുപോയി. ഒരിക്കൽ നീലിമ എന്ന മറ്റൊരു സ്ത്രീയുടെ കണ്ണുനീരിന് കാരണമായത് ഇവളാണ്. ഭർത്താവും കുഞ്ഞുമുള്ള ഒരു കുടുംബത്തിനിടയിലേക്ക് കടന്നു വന്നതും രേവതി തന്നെയാണ്. ഓഫീസിൽ നിന്ന് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന അജയനോട് അടുപ്പം വളർത്തി അറിയാതെ അറിയിച്ചു ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കി മറിച്ചതും ഇവൾ തന്നെ. ആ വേദനയിൽ തകർന്ന നീലിമ മാത്രമായിരുന്ന ഒരു നിഷ്കളങ്ക കുഞ്ഞിൻ്റെ ബാല്യവും കൂടിയായിരുന്നു. പക്ഷേ വിധി ഒരാളുടെയും കണക്ക് മറക്കാറില്ല. ഇന്ന് അജയനിൽ നിന്ന് അകന്നു നിന്ന രേവതി വീണ്ടും അതേ ഓഫീസിലെ മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ സ്നേഹവാക്കുകളിൽ അഭയം തേടി. അത് യഥാർത്ഥ പ്രണയമാണോ? അതോ മറ്റാരെങ്കിലും കൃത്യമായി ആസൂത്രണം ചെയ്ത പ്രതികാരത്തിൻ്റെ തുടക്കമോ? ആ ചോദ്യത്തിന് മറുപടി ഇപ്പോഴും ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു. ചില ജീവിതങ്ങൾ വിധി ശിക്ഷ നൽകുന്നത് ഉടനെയല്ല. എന്നാൽ നൽകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു വഴിയും അവശേഷിക്കുകയുമില്ല.